തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കോഴിക്കോട് നഗരത്തിലുള്ള ടെക്സ്റ്റൈൽസിലാണ് തീപിടുത്തമുണ്ടായത്. ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമം അവിടെ നടക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ടെക്സ്റ്റൈൽസിലായതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തീ പടർന്നിട്ടുണ്ട് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. മുകളിലത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഒരു നില ആളിക്കത്തുന്ന നിലയുണ്ട്. വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അടക്കം സ്ഥലത്തേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എന്താണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. അല്പസമയം മുമ്പാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ടെക്സ്റ്റൈൽസിലായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തീ പടരാനുള്ള സാധ്യതയുണ്ട്. എന്താണ് സംഭവിച്ചത്, അവിടെ നിന്നുള്ള ജീവനക്കാരെയൊക്കെ മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. AK അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, എപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത്? വലിയ തീപിടുത്തമാണ്. ഒരു നില ഒന്നാകെ കത്തുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. എത്ര യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്? തീ അണയ്ക്കാനുള്ള ശ്രമം ഏത് ഘട്ടത്തിൽ? AK അഭിലാഷ്. വലിയ തരത്തിലുള്ള തീപിടുത്തം തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും നിലയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതിൽ നിറയെ തുണിത്തരങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ ഉൾഭാഗത്ത് തീ ആളിക്കത്തുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നത്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് ഇങ്ങോട്ട് എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രയേറെ വലിയൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. ഇതിന്റെ അകത്ത് നിറയെ തുണിത്തരങ്ങളായതുകൊണ്ട് തന്നെ തീ ആളിപ്പടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഇപ്പോൾ ഇതിന്റെ പിൻഭാഗത്താണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ മുൻഭാഗത്തടക്കമുള്ള സ്ഥലങ്ങളിലേക്കാണ് ഈ ഷോറൂം അടക്കമുള്ളത് എന്നതാണ്. ഏതായാലും ഇപ്പോൾ ഈ ഗോഡൌൺ അടക്കമുള്ള ഭാഗത്തേക്കാണ് തീ പിടിച്ചത് എന്നതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും 2 യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടേക്ക് എത്തുകയും പുറമേക്ക് കാണുന്ന സ്ഥലത്തേക്കുള്ള തീപിടുത്തം കെടുത്താൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉൾഭാഗത്തേക്ക് തീ ആളിപ്പടർന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണയായി ഈ ടെക്സ്റ്റൈൽസിലാണെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരുണ്ടാകും, അവിടെയുള്ള ജീവനക്കാരുണ്ടാകും. അവരെയൊക്കെ സുരക്ഷിതമായി പുറത്തേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടോ അഭിലാഷ്? ഏതായാലും ഇക്കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമമാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ, കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആ വിവരങ്ങൾ അല്പസമയങ്ങൾക്ക് തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും തീ ആളിപ്പടരുന്ന സാഹചര്യത്തിൽ അത് കെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ശ്രമിക്കുന്നത്. അതേസമയത്ത് ഷോറൂം ഇതിന്റെ മുൻഭാഗത്തായതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ആളുകൾ ഒഴിപ്പിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. ഏതായാലും ഇതിന്റെ ഷോറൂമിന്റെ പിൻഭാഗത്ത് ഗോഡൌൺ അടക്കമുള്ള ഭാഗത്തേക്കാണ് ഇപ്പോൾ തീ ആളിപ്പടരുന്നത്. ഇതിന് ഫ്ലക്സ് അടക്കം കെട്ടിമറിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടേക്കാണ് ഇപ്പോൾ തീ പടർന്നിരിക്കുന്നത്. മുകൾ ഭാഗത്തേക്ക് തീ ആളിപ്പടരുകയും അതോടൊപ്പം തന്നെ പുകച്ചുരുളുകൾ ഉയർന്നു വരുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ആളുകളോട് തന്നെ ചോദിക്കാം. കൂടുതൽ എന്തെങ്കിലും അറിയാമോ? 5 മിനിറ്റ് മുമ്പാണ് സംഭവിച്ചത്. 5 മിനിറ്റ് മുമ്പാണ്. ഇതിന്റെ അകത്ത് ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഫ്രണ്ട് ഭാഗം ക്ലോസ്ഡ് ആണ്. ഉള്ളിൽ ആളുകൾ ഒഴിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലാക്കുന്നത് കാരണം ഫ്രണ്ട് ഭാഗം ക്ലോസ്ഡ് ആണ്. കുറച്ചു നേരം കണ്ടപ്പോൾ തന്നെ ആളുകൾ ഒഴിവാക്കി. ഇത് ഗോഡൌൺ ആണ് ഈ ഭാഗത്തുള്ളത്. ഇവിടെ സ്റ്റോർ ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്. അതെയോ? അതെ. ഏതായാലും മുൻഭാഗത്ത് കൂടെ ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ജീവനക്കാരും അതോടൊപ്പം തന്നെ സാധനങ്ങൾ വാങ്ങാനെത്തിയ ആളുകളൊക്കെ ഇതിന്റെ അകത്തുണ്ടായിരുന്നു. തീപിടുത്തം ഏതാണ്ട് 5 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. അതായത് ഇതിന്റെ അകത്ത് ആളുകളില്ല, അവരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു എന്നുള്ള പ്രാഥമിക വിവരമാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്.